ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അപ്പോൾ അധികമൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും. നമ്മളെ ടോങ് ആണെങ്കിൽ പൂച്ച കണ്ണടിച്ച് പാല് കുടിക്കുന്നത് പോലെ ഇതുപോലെ നിൽക്കുന്നതായിരിക്കും. നമ്മളെ യുവാൻ ആണെങ്കിൽ നീ എന്നാ ഇവിടാന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും അത് ലഞ്ച് ബ്രേക്കിന്റെ ടൈം, നിങ്ങൾ എല്ലാവരും പോയ ടൈം ഇവിടെയാണെങ്കിൽ ആ ഒരു ക്ലീൻ ചെയ്യുന്ന ആൻറ്റി വന്നിനെ അറിയാണ്ടാണെങ്കിൽ നിങ്ങളെ കീബോർഡിലത്തെ 2 ബട്ടൺ ആ ഒരു പെണ്ണുങ്ങളെ കൈമിൽ വന്നുപോയി. അതാണെങ്കിൽ അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ശരിയാക്കാൻ വന്നതാണെന്ന് പറയും. ടോങ്ങിന്റെ ബുദ്ധി ഒരു കില്ലാടി ബുദ്ധി തന്നെയാണ്. നമുക്ക് വരെ അങ്ങനത്തെ ഒരു ഐഡിയ പോയിട്ടില്ലല്ലോ. അവൾ അതുകൊണ്ടായിരിക്കും 2 ബട്ടൺ എടുത്തിട്ട് പറിച്ചു വെച്ചിട്ടുണ്ടാവുക. ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പറയേണ്ടിയിട്ട് നമ്മളെ യുവാനാണെങ്കിൽ അതിൽ വലിയ ഡൗട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ ടോങ്ങിനോട് അവിടുന്ന് പോകാൻ പറയും. ടോങ് പോകാൻ നിൽക്കുന്ന ടൈം യുവ പിന്നെയും വിളിക്കുന്നുണ്ടാവും. ഇവർക്ക് ഇവളാണെങ്കിൽ ഭഗവാനെ പെട്ട് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ടൈം അവൻ്റെ ആ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ സ്ഥാനം കുറച്ച് മാറിപ്പോയതിനായിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. നമ്മളെ പെണ്ണും അതിനും എന്തെല്ലോ ഉടായ്പ പറഞ്ഞിട്ട് രക്ഷപ്പെടുന്നുണ്ടാവും. ഇത് മാത്രമല്ല അവനാണെങ്കിൽ ഇവളോട് ചോദിക്കും, നിനക്ക് ഇങ്ങനെ താഴെയുള്ള കോഫി ഷോപ്പിലത്തെ ആ ഒരു കോഫി ഇഷ്ടമാണോ, നമുക്ക് പോയിട്ടൊരു കോഫി കുടിച്ചാലോ എന്ന് ചോദിക്കേ. നമ്മളെ ടോങ്ങിന് അത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം ടോങ് ആണെങ്കിൽ ഇവനെ മനുഷ്യനായിട്ടേ കണക്കാക്കിയിട്ടുണ്ടാവില്ല. ഇതുവരെ ഒരു പച്ചവെള്ളം വരെ വാങ്ങിക്കൊടുക്കാത്ത ആളെ നമ്മൾ എങ്ങനെ മനുഷ്യനായിട്ട് കണക്കാക്കുക. ഇവൻ ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുന്ന ടൈം ഇവള് ഭയങ്കര എക്സൈറ്റഡിൽ നമുക്ക് പോകാമല്ലോ എന്ന് പറയൂ. അങ്ങനെ രണ്ടും കൂടിയിട്ട് കോഫി ഷോപ്പിൽ പോകുകയെ. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മൾ സയോക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടാവും, നീ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും സൂക്ഷിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. നമുക്ക് അവരെ രണ്ടാളും എത്രത്തോളം ഡൗട്ട് ഉണ്ടോ അതുപോലെ തന്നെ അവർക്കും ഉറപ്പായിട്ട് നമ്മളെ നല്ല ഡൗട്ട് ഉണ്ടാവും. അതുകൊണ്ട് നീ എന്ത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നോക്കിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. രണ്ടും കൂടിയിട്ട് കോഫി ഷോപ്പിൽ ഇരിക്കുന്ന ടൈം ഇവർക്കാണെങ്കിൽ ഒരു കേക്ക് കൊണ്ടു കൊടുക്കുക. ആ ഒരു കേക്ക് കാണുന്ന ടൈം യുവാനാണെങ്കിൽ നമ്മളെ ടോങ്ങിനോട് പറയൂ, എടി നിനക്കൊരു കാര്യം അറിയാം, ആ ഒരു വെയിട്രസ് ആണെങ്കിൽ നല്ലൊരു പെണ്ണല്ല എന്നാ തോന്നുന്നത്. നോക്ക് നിന്റെ പ്ലേറ്റിലാണെങ്കിൽ ഒരു ബാഗിൻ്റെ ചിത്രം അവൾ വരച്ചിട്ട് കൊണ്ടുവന്നിട്ടില്ലേന്ന് പറയും. സംഭവം എന്നാൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ആയിരിക്കും. പക്ഷേ അവൻ ചിന്തിക്കുന്നത് നമ്മളെ ബാക്കില്ലേ, ഇത് നമ്മളെ ബട്ടക്സ്, അതിൻ്റെ ചിത്രം അവൾ വരച്ച് കൊണ്ടുവന്നതായിരിക്കും. ഇത് കേൾക്കുന്നവർ നമ്മളെ ടോങ് ആണെങ്കിലും മനസ്സിൽ വിചാരിക്കും, ഭഗവാനെ എൻ്റെ ബോസ് ഇത്രക്കാരം നിഷ്കുവായിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഇയാളെയും കൊണ്ടിട്ട് പോകുമെന്ന് നമ്മൾ വരെ ചിന്തിക്കും. നമ്മൾ വരെ തിങ്കാക്കിയിട്ടില്ലല്ലോ അതിന് അങ്ങനത്തെ ഒരു ഷേപ്പാന്ന്. നോക്ക് നിങ്ങൾക്ക് ഈ കേക്ക് കണ്ടിട്ട് എന്നാ തോന്നുന്നതെന്ന് വെച്ചാൽ ഒരിക്കൽ കമന്റ് ചെയ്യണേ. ഇവിടെ നടക്കുന്ന ടൈം ബാക്കിയുള്ള പിള്ളേർ എല്ലാവരും കൂടിയിട്ട് ആ ഒരു ഇവന്റിന് പോകുന്നവരിക്കെ. നമ്മളെ ചെക്കനാണെങ്കിൽ പ്രത്യേക ശ്രദ്ധ നമ്മൾ പെണ്ണിന് കൊടുക്കുന്നത് ആ ഒരു ബാഗ് കാണുന്നുണ്ടാവരിക്കെ. അങ്ങനെ എല്ലാവരും റൂമിലേക്ക് പോകുന്ന ടൈം നമ്മളെ ചെക്കൻ മാത്രം സയോന്റെ ആ ഒരു ബാഗ് എടുത്തിട്ട് അവളെ റൂമിൽ കൊണ്ടുവെക്കുന്നുണ്ടാവും. ഇതും ബാഗ് ശ്രദ്ധിക്കുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ എൻ്റെ റൂമിലെത്തിയില്ലേ, ഇനി നീ പോയിക്കൊന്നു പറയുന്ന ടൈം പാങ് ആണെങ്കിൽ പറയും, സയോ നിനക്കൊരു കാര്യം അറിയാം, അൺഫോർച്ചുനേറ്റ്ലി നിന്റെ റൂമിന്റെ മുന്നിൽ തന്നെയാണ് ഈ ഒരു ലൂന്റെ റൂം, അതുകൊണ്ട് അവനിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ലൂനെ സപ്പോർട്ട് ചെയ്യേ. സയോ പോയപാട് നമ്മളെ ലൂ ആണെങ്കിൽ പാങ്ങിന്റെ അടുത്ത് പോയിട്ട് ഇതുപോലെ നിൽക്കും. അപ്പൊ പാങ് ആണെങ്കിൽ പറയും, നീ എന്നാണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ലൂ ആണെങ്കിൽ പറയും, എന്തിനാടാ അവളെ റൂമിന്റെ മുന്നിൽ നീ എൻ്റെ റൂം ഇട്ടേന്ന് ചോദിക്കേ. അവനാണെങ്കിൽ പറയാം, അത് നിങ്ങളെ രണ്ടാളെയും കളി കണ്ടിട്ട് എനിക്ക് നിങ്ങളെ രണ്ടാളും തമ്മിൽ എന്തോന്നുണ്ട് തോന്നി, അതിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയാം. പക്ഷെ നമ്മളെ ലോനി ഒരു കാര്യം ഹാപ്പി ഉള്ള ഒരു കാര്യമായിരിക്കും. ഇവിടെ നടക്കുന്ന ടൈം സയോനെ കാണാൻ ഒരു പെണ്ണ് വരുന്നുണ്ട് അവർക്ക്. അവളാണെങ്കിൽ വന്നിട്ട് പറയും, ഞാനാണെങ്കിൽ ആ ഒരു ഫാക്ടറിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് ആ ഒരു ഫയർ ആക്സിഡന്റ് നടന്നതിന് ശേഷം ആ ഒരു ഫാക്ടറി ആണെങ്കിൽ വേറൊരാൾ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അതിന്റെ പണി തുടങ്ങിന്. അതിന്റെ അർത്ഥം ഇതെല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. ആ ഒരു ഫയർ ആക്സിഡന്റ് അടക്കം എന്തോ ഒരു പ്ലാനിങ്ങിലാണ് നടന്നതെന്ന് പറയും. ഇപ്പൊ നമ്മള് സയോ ആണെങ്കിൽ പറയും, അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഇതെല്ലാം നമ്മളെ ലൂന്റെ അറിവോട് കൂടിയിട്ട് നടക്കുന്നതാണോ എന്ന് ചോദിക്കേ. അതേ ടൈം ആ ഒരു പെണ്ണാണെങ്കിൽ പറയും, അതൊന്നും എനിക്കറിയില്ല, ആ ഒരു കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ അന്വേഷിക്കണമെന്ന് പറയും. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, ഇനി ആകെ ഒരൊറ്റ വഴിയുള്ളൂ, ലൂന്റെ ഫോൺ എങ്ങനെയെങ്കിലും ചെക്ക് ചെയ്യണം. അതേ ടൈം നമുക്ക് എന്തെങ്കിലും ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്ന് പറയും. സയോന്റെ കൂടിയിൽ ആ ഒരു പെണ്ണും ലൂന്റെ കമ്പനിയിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. നമ്മളെ സയോ ആണെങ്കിൽ നേരെ ലൂന്റെ അടുത്ത് പോയിട്ട് എന്തെല്ലോ പറഞ്ഞിട്ട് നമുക്ക് രണ്ടൊക്കെ പുറത്തു പോകാന്നുള്ള ഒരു രീതിയിൽ എത്തിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ അവൻ്റെ അടുത്തൂട്ട് പോയിട്ട് അവൻ്റെ റൂമിൻ്റെ കീ എടുത്തിട്ട് ആ ഒരു ചെയറിൽ തന്നെ വെച്ചിട്ട് മറ്റേ പെണ്ണിന് സിഗ്നൽ കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ഇവളിപ്പോൾ പുറത്ത് പോകാനുള്ള കാരണം തന്നെ ഈ ഒരു പെണ്ണിന് നമ്മളെ ലൂന്റെ ഫോൺ ചെക്ക് ചെയ്ത് കൊടുക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടിട്ടായിരിക്കും. ഒന്നും കിട്ടിയ അവസരം നോക്കിയിട്ട് അവർ താക്കോൽ എടുക്കുന്നുണ്ടാവേ.
ഇവര് രണ്ടാളും പുറത്തേക്ക് വരുന്ന ടൈം ആയിരിക്കും. ഇവരെ കമ്പനിയിലത്തെ തന്നെ കുറച്ച് കൊളീഗ്സ് ചെക്കന്മാരാണെങ്കിൽ അവിടെയുള്ള പെമ്പിളർ എന്ന് പറയാ ഭയങ്കര വൾഗറായിട്ട് എന്താ പറയാ കളിയാക്കൂലെ, അങ്ങനെ കളിയാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് അവർക്ക്. സയോക്കാണെങ്കിൽ അത് കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഈ രണ്ട് ചെക്കന്മാരെ മേത്തുവാണെങ്കിൽ വെള്ളം പാരുന്നുണ്ട് അവർക്ക്. വെള്ളം പാരുന്നത് മാത്രം പോട്ടെ, വായി തോന്നിയ ചീത്ത മൊത്തം വിളിക്കുന്നുണ്ട് അവർക്ക്. അവന്മാരാണെങ്കിൽ ഇനി ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ഈ ഒരു പെമ്പിള്ളേർക്കും ഇപ്പൊ നമ്മളെ സയോനോട് ഒരു ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് അവർക്ക്. ഈ പെമ്പിള്ളേർക്ക് മാത്രമല്ല ലൂനും ഇഷ്ടം തോന്നുന്നുണ്ടാവും. അതേ ടൈം ആ ഒരു പെണ്ണില്ലേ ഏത് റൂമിലേക്ക് പോയ പെണ്ണാണെങ്കിലും നമ്മളെ പെണ്ണിന് മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ പറയും കുറച്ച് ടൈമും കൂടി എനിക്ക് വേണം, അത്ര ടൈം നീ ഇങ്ങനെ ലൂനെ പിടിച്ചു വെക്കണം എന്ന്. പക്ഷെ ലൂ ആണെങ്കിൽ പറയും വാ നമുക്ക് റൂമിലേക്ക് പോകാം, ഈടെ ഇനി വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈം സയോ ആണെങ്കിൽ പറയും പോലെ ഞാനാണെങ്കിൽ ഒരു ആകാശത്തൊട്ടിലിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാമെന്ന് പറയേ. ഇവള് വിളിക്കുന്നത് കൊണ്ട് തന്നെ ലൂ ആണെങ്കിൽ മറത്തിട്ടൊന്നും പറയൂല. പാവം നമ്മളെ ലൂ ഇവളെ ദുരുദ്ദേശങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. രണ്ടും കൂടിയിട്ട് ആകാശത്തൊട്ടിലിട്ട് എത്തുന്ന ടൈം ആയിരിക്കും. അതാണെങ്കിൽ വർക്ക് ചെയ്യാത്തൊരു രീതിയിലായിരിക്കും ഇവര് കാണുന്നുണ്ടാവും. പക്ഷെ നമ്മളെ സയോ ആണെങ്കിൽ പറയും അത് നമ്മൾ സെൽഫായിട്ട് സ്കാൻ ചെയ്യണം, എന്നാലും മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയും. അപ്പൊ അവനാണെങ്കിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ വേണ്ട എന്ന് പറയുന്നുണ്ടാവും. അവർക്ക് ഇങ്ങനെ സേഫ്റ്റി ഇല്ല, നമ്മളിവിടെ നിൽക്കുന്നത് ശരിയല്ല, ഇവിടെ ആരും ഇല്ലല്ലോ, അങ്ങനെ ഇങ്ങനെ നോക്കാം പറഞ്ഞിട്ട്. പക്ഷെ സയോ ആണെങ്കിൽ മനസ്സിൽ പറയും കൊന്നാലും ഞാൻ നിന്നെ റൂമിലേക്ക് കൊണ്ടുപോകൂലടാന്ന് പറഞ്ഞില്ല ഒരു ഭാവമില്ല, അങ്ങനത്തെ ഒരു ഭാവത്തിലായിരിക്കും. അവസാനം ഇവര് രണ്ടാളും ആ ഒരു ആകാശത്തൊട്ടിലിൽ കയറും. അപ്പൊ ഇതാണെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കോട്ട് നിൽക്കുന്നുണ്ടോ അവർക്ക്. നമ്മളെ ചെക്കനാണെങ്കിൽ പറയൂ ഞാൻ ഇതാകെ 2 റൗണ്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇതെന്താ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്ന അതേ ടൈം ആയിരിക്കും ഇതിങ്ങനെ കുലുങ്ങിയിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ മുന്നോട്ടേക്ക് വരാൻ നോക്കുന്നുണ്ടാവുക. പക്ഷെങ്കിൽ അവനാണെങ്കിൽ ഇതുപോലെ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. അതേ ടൈം അവിടെയാണെങ്കിൽ മഴയും പെയ്യുന്നുണ്ട് അവർക്ക്. നമ്മളെ പെണ്ണാണെങ്കിൽ പറയൂ ഇവിടെ ഫോണിന് സിഗ്നൽ ഇല്ലല്ലോ, ഇനി നമ്മളിങ്ങനെ താഴെ പോകുമെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും പേടിക്കണ്ട, നമ്മളിവിടെ ട്രാപ്പ് ഒന്നും ആകൂല, നമ്മളവിടെ കാണാത്ത ടൈം ഉറപ്പായിട്ട് പാങ്ങുകൾ കൂട്ടാൻ വരുമെന്ന് പറയേ. ഇതേ ടൈം പാങ്ങിനെ നോക്കുന്നാണെങ്കിൽ അവൻ നമ്മളെ ലൂന്റെ റൂമിൽ പോയിട്ട് ലൂന്ന് വിളിച്ചിട്ട് നോക്ക് ചെയ്യുന്നുണ്ട് അവർക്കും. പക്ഷെങ്കിൽ അതിന്റെ ഉള്ളിൽ മറ്റേ പെണ്ണല്ലേ ഉള്ളത്, അത് ഈ ഒരു പാങ്ങിനെ അറിയില്ലല്ലോ. ഇതേ ടൈം നമ്മളെ പാങ് ആണെങ്കിൽ ചെക്കന്റെ കോട്ടിന്റെ ഉള്ളിൽ ഒരു ടിന്നിലാണെങ്കിൽ ഒരു ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട് അവർക്ക്. അതാണെങ്കിൽ അവൻ കണ്ടിട്ട് എടുത്തിട്ട് കുടിക്കുന്നുണ്ടാവും. എന്നിട്ട് അവനാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം, നീ ആണെങ്കിൽ ടങ്യുവിന്റെ ബേട്ടിക്ക് നമ്മളെ വീട്ടിൽ വന്ന ടൈം ഒരു ഫാമിലി ഫോട്ടോ നോക്കിയിട്ടില്ലേ, അതിലുള്ളതാണ് എൻ്റെ സായോ. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ ഫസ്റ്റ് ടൈം കണ്ട ടൈം എനിക്ക് ശരിക്കും നീ അവളായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ നിന്റെ രീതികളും നിന്റെ ഡ്രസ്സിങ് സ്റ്റൈലും നിന്റെ ഓരോ കാര്യങ്ങളും അവളിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ചെയ്യണമെന്ന് പറയേ. ഇതെല്ലാം കേൾക്കുന്ന നമ്മളെ സയോന്റെ അവസ്ഥ ഒരു ആലോചിക്കുക. സയോ ആണെങ്കിൽ പറയൂ അത് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും, ഒരാളെ പോലെ 7 ആളുണ്ട് എന്നല്ലേ പറയാ. ചെറുപ്പത്തിൽ ഞാൻ കണ്ട പലരെയും ഞാൻ നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ട്, അതൊരു കോയിൻസിഡൻസ് മാത്രമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ സമാധാനിപ്പിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല നിനക്കൊരു കാര്യം അറിയാം, ഞാൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കമ്പനി തന്നെ തുടങ്ങിയത്. എല്ലാവരും അവളിങ്ങനെ കടലിൽ ഡിസപ്പിയർഡ് ആയി എന്നാ പറയുന്നത്, പക്ഷെങ്കിൽ അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മളെ സയോന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് അവനാണെങ്കിൽ അവൾ അടുത്തേക്ക് പോകുന്നുണ്ട്. അവർക്ക് നമ്മളും വിചാരിക്കും ഇവർ രണ്ടാളും ഇത്രക്കാരം സംഭവം പറഞ്ഞിട്ട് ഉമ്മ വെക്കാൻ നോക്കുന്നെന്ന്. പക്ഷെങ്കിൽ അവളാണെങ്കിൽ ഉമ്മ വെക്കുന്നായിരിക്കില്ല. അവളാണെങ്കിൽ പറയും നീയല്ലേ ഇത്ര നേരം നിന്റെ ഭാര്യനെ കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് നിന്നത്, നീ അവളെ മിസ് ചെയ്യുന്നുണ്ട്, നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണെന്ന്. പക്ഷെങ്കിൽ ഒറ്റ സെക്കൻഡോട് നിനക്ക് എന്നെ ഉമ്മ വെക്കാൻ തോന്നിയ അത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് ചോദിക്കുക. നമ്മളെ ചെക്കനാണെങ്കിൽ നാണക്കേടാവുന്നുണ്ടാവുമായിരിക്കും. സയോ ആണെങ്കിൽ പറയും നിനക്ക് അവളെ അത്രക്ക് ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും നിനക്ക് എന്നോട് ഒരു ഫീലിങ്സ് തോന്നൂലായിരുന്നു പറയേ. ഇത് കേൾക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ നാണക്കേടായിട്ട് അവനിങ്ങനെ സോറി ചോദിക്കുന്നുണ്ടാവും. അതേ ടൈം പെട്ടെന്ന് നമ്മളെ പെണ്ണാണെങ്കിൽ ക്ഷീണായിട്ട് നമ്മളെ ചെക്കൻ്റെ മേലെ ഇതുപോലെ വീകും എന്ന് അവക്ക് നല്ല രീതിയിലത്തെ പനി ഉണ്ടാവുമായിരിക്കും. ഇവരെ ഫോണിലാണെങ്കിൽ റേഞ്ച് ഇല്ലല്ലോ. അവനാണെങ്കിൽ ആ ഒരു ഡോറ് തുറക്കാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എല്ലാം വരുവേ. പിന്നെ നമ്മൾ കാണുന്നത് ഇവനാണെങ്കിൽ അവളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും. അവൻ ഇതുപോലെ പോകുന്ന ടൈം വേറൊരുത്തനും അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ തോന്നുന്നേ പിടിച്ചിട്ട് ഇതുപോലെ വരുന്നുണ്ടാവും. രണ്ടും ഇതുപോലെ കൂട്ടിമുട്ടുന്നുണ്ടാവും. ഒരിക്കൽ നല്ല രസമാണ് അത് കാണാൻ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകും.
നേരത്തെ കണ്ട ചെക്കനാണെങ്കിൽ അവന്റെ ഗേൾ ഫ്രണ്ടിന് ഇതുപോലെ ആയിരിക്കും ബെഡിൽ കിടത്തുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ചെക്കനാണെങ്കിൽ സയോനെ പൊന്നുപോലെ നോക്കുന്നുണ്ടാവും. കണ്ടിട്ട് മറ്റേ ഗേൾ ഫ്രണ്ടിന്റെ കുശുമ്പായിട്ട് അവളാണെങ്കിൽ അവളെ ബോയ് ഫ്രണ്ടിനോട് അവനെ നോക്കിയിട്ട് ചെയ്യുന്ന പറയുന്നുണ്ടാവും. ഒരിക്കൽ ബോയ് ഫ്രണ്ടിനാണെങ്കിൽ ഈഗോ അടിച്ചില്ലേ, അവനാണെങ്കിൽ എന്തെല്ലാന്നോ നമ്മളെ ലോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ടാവും. ഒരിക്കൽ പക്ഷേ എല്ലാ അബദ്ധത്തിലായിരിക്കും കലാശിക്കുന്നുണ്ടാവുക. മറ്റേ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പറയുക. അതേ ടൈം നേഴ്സ് ആണെങ്കിൽ എന്തോ ഒന്ന് പറയാൻ നോക്കിയിട്ട് അതൊന്നും കേൾക്കാണ്ട് എന്റെ കൈമിൽ ഇഷ്ടമാതിരി പൈസ ഉണ്ട് എന്നാ വേണ്ടേ ചെയ്തോന്ന് പറഞ്ഞിട്ട് കടും കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ പുറത്ത് ഇരുന്നിട്ട് നമ്മളെ പെണ്ണിന്റെ മെഡിക്കൽ റിപ്പോർട്ടില് അത് കണ്ടിട്ട് ചിരിച്ചോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം യുവാൻ ആണെങ്കിൽ ഇവനെന്തോ പറ്റിയെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. യുവാൻ ആണെങ്കിൽ സംഭവം എന്താണെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, നിനക്കൊരു കാര്യം അറിയാം, എനിക്കാണെങ്കിൽ തീരെ കഴിയുന്നില്ല, പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനില്ലേ ഇവളെ മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങാൻ പോയ ടൈം അവിടെയുള്ള നേഴ്സ് ആണെങ്കിൽ പറഞ്ഞ് ഈ ഒരു സയോന്റെ വയറ്റിലാണെങ്കിൽ നമ്മൾ സി സെക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റിച്ച് ഉണ്ട്, അത് റിമൂവ് ചെയ്യാനുള്ളൊരു സംഭവം നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല ഈ ഒരു റിപ്പോർട്ടിൽ അവളെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണ്. അതിൻ്റെ അർത്ഥം എന്നാ അതെൻ്റെ സയോ ആണെന്ന് പറയേ. ഇതെല്ലാം കേൾക്കുമ്പോൾ യുവാനും കുറച്ച് വിശ്വാസം വരുന്നുണ്ടാവുമായിരിക്കും. യുവാൻ ആണെങ്കിൽ പറയും, എന്തായാലും ഇത്രത്തോളം ആയതല്ലേ, വാ നമുക്ക് അവളെ കാണാൻ പോകാമല്ലോ എന്നൊന്ന് പറയൂ. രണ്ടാളും കൂടിയിട്ട് പോകുന്ന ടൈമാ തോന്നുന്നത്. യുവാൻ ആണെങ്കിൽ ബോധോദയം വന്നിട്ട് പിന്നെയും അത് നമ്മളെ സയോ അല്ലാന്നൊന്ന് പറഞ്ഞിട്ട് അടിയാക്കുന്നുണ്ടാവും. ഒരിക്കൽ സയോനെ കൊണ്ടാണെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. ലൂനാണെങ്കിൽ സഹിക്കൂന്ന് വിചാരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ അതിന്റെ പേരിൽ മരിക്കുന്നുണ്ടാവും. യുവാൻ ആണെങ്കിൽ പറയും, നീ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നത് ഞാൻ ഫസ്റ്റ് അന്വേഷിക്കട്ടെ, അതിനുശേഷം വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയും. യുവാൻ വിശ്വസിക്കാത്തതിന് ഒരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്രക്കാരും വലിയ കടലിൽ പോയിട്ട് അവളെ ബോഡി വരെ കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ അവളിങ്ങനെ വരുമോ എന്നുള്ളൊരു തിങ്ക് ആയിരിക്കും യുവാന്റെ മൈൻഡിൽ ഉണ്ടാവുക. അല്ല ഇവിടെ നടക്കുന്ന ടൈം നമ്മളെ ടോങ് ആണെങ്കിൽ അവളെ സൗന്ദര്യം കണ്ടിട്ട് ആസ്വദിച്ചോട് നിൽക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഭയങ്കര സുന്ദരിയാണ്, ലിപ്സ്റ്റിക് അടിപൊളിയാണ്, അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ട് അവളെ തന്നെ പുകഴ്ത്തുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും യുവാൻ ആണെങ്കിൽ അവന്റെ റൂമിലേക്ക് വരേണ്ടിട്ട് ഇവക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവുക. ഓഫീസ് റൂമിലേക്കായിരിക്കും ഇവളാണെങ്കിൽ പോകുന്ന ടൈം അവനാണെങ്കിൽ ചെടി നോക്കുന്നതായിരിക്കും. ഇവളാണെങ്കിൽ നിനക്ക് ഇങ്ങനെ ചെടി ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, ഇഷ്ടമല്ലാന്ന്, പക്ഷെങ്കിൽ ചില സമയത്ത് എന്റെ ദേഷ്യം മൊത്തം തീർക്കേണ്ടിട്ടാണ് ഈ ഒരു ചെടി ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അവനാണെങ്കിൽ ഇവളെ വിളിച്ചത് ഇവനെ എവിടെയോ ഡ്രോപ്പ് ചെയ്യേണ്ടിട്ടായിരിക്കും. അവനാണെങ്കിൽ പറയും, 2 മണിയായില്ലേ, വാ നമുക്ക് പോകാലോ എന്ന് പറയുന്ന ടൈം ആയിരിക്കും നമ്മളെ പെണ്ണിന്റെ വായിട്ട് വിശപ്പിന്റെ വിളി വരുന്നുണ്ടാവും. പിന്നെ നമ്മൾ കാണുന്നത് അവളാണെങ്കിൽ ഇത് ആക്രാന്തം മുതിര് തിന്നോണ്ട് നിൽക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം യുവാനാണെങ്കിൽ വായി നോക്കുന്നുണ്ടാവുമായിരിക്കും. അവന്റെ മനസ്സിൽ ഇവൾ ഇത്ര തീറ്റപ്പണ്ടാരാണോ എന്നുള്ളൊരു ഭാവമായിരിക്കും. അവനാണെങ്കിൽ അവളോട് ചോദിക്കും, നീ എന്താ ചിരിക്കാത്തേന്ന് ചോദിക്കേ. സംഭവം എന്താ, നേരത്തെ ഇവളാണെങ്കിൽ ഏതോ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് നല്ലോണം ചിരിക്കുന്ന പോലെ ഉണ്ടാവുമായിരിക്കും. അത് കാണാത്തത് കൊണ്ടായിരിക്കും ഇവൻ ചോദിക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ പറയും, അതിങ്ങനെ ഫുഡ് കഴിച്ചരം എന്റെ ലിപ്സ്റ്റിക് പോയതാണ്, ഞാൻ ഒന്നും കൂടി ഇടാന്ന് പറഞ്ഞിട്ട് അവൾ ഇട്ടോണ്ട് നിൽക്കുന്ന ടൈം ഇവനൊരു ഫോൺ കോൾ വരുവേ. ആ ഒരു കോളിലാണെങ്കിൽ ഇവൻ എന്തോ അർജന്റായിട്ട് പറയുന്നുണ്ടാവുമായിരിക്കും. ഒരു ഹോസ്പിറ്റൽ കാര്യമായിരിക്കും. അത് മാത്രമല്ല എന്തെല്ലാം ടെസ്റ്റ് ചെയ്യാനും പറയുന്നുണ്ടാവുമായിരിക്കും. ഇതെല്ലാം നമ്മളെ പെണ്ണിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവും. സംടൈംസ് നമ്മളെ സയോനെ കൊണ്ടായിരിക്കും. അതേ ടൈം നമ്മളെ പെണ്ണും ചെക്കനും നടന്നു വരുന്നേരം അവളാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും, നീ എങ്ങനെയാ ആ ഒരു ആകാശത്തൊട്ട് എന്നെ രക്ഷപ്പെടുത്തിയത്, അവിടെയാണെങ്കിൽ സിഗ്നൽ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന്. അവനാണെങ്കിൽ ആലോചിക്കുക. അവനാണെങ്കിൽ എങ്ങനെയോ ഇവളിതാ ഷോൾഡറിൽ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇരിപ്പിച്ചിട്ടുണ്ടാവുമായിരിക്കും. റേഞ്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എവിടെയല്ലോ ചാടി മറിഞ്ഞെല്ലാം പോയിട്ട് റേഞ്ചെല്ലാം കിട്ടിയിട്ടായിരിക്കും രക്ഷിക്കേണ്ടിട്ട് ആളെ വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു കാര്യങ്ങളൊന്നും ഇവനാണെങ്കിൽ ഇവളോട് പറയുന്നുണ്ടാവില്ല. ഇവനാണെങ്കിൽ പറയും, ആ ഒരു ടൈം മഴ ഇങ്ങനെ നിന്നിന്, അതുകൊണ്ട് റേഞ്ച് കിട്ടിയത് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ ആൾക്കാരെ വിളിക്കാൻ പറ്റി, ആണ് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് പറയാം. പക്ഷേ നമ്മളെ പെണ്ണാണെങ്കിൽ ഇതൊന്നും വിശ്വസിച്ചൊരു മട്ടില്ല. അവളാണെങ്കിൽ കാറിൽ കയറുന്ന ടൈം ആയിരിക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റില്ല അത് അവൾ കാണുന്നുണ്ടാവുക. അവൾക്കാണെങ്കിൽ അവൾ പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാവുക. പക്ഷെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ എന്നാ ഉള്ളതെന്ന് ഇവക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ ട്രിക്ക് എടുത്തിട്ട് പറയും, ഞാനാണെങ്കിൽ ഇങ്ങനെ മരുന്ന് വാങ്ങാൻ മറന്നുപോയി, ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരുന്നെന്ന് പറയുന്ന ടൈം ഉറപ്പായിട്ട് ലൂ ഇവളെ വിടൂലല്ലോ. ലൂ ആണെങ്കിൽ പറയും, നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുവേ. അതേ ടൈം അവളെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നോക്കും. അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് എന്തെല്ലോ കാര്യം ലൂനാണെങ്കിൽ മനസ്സിലായി എന്നുള്ള കാര്യം. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ടോങ് ആണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടാവുക, എടി നീ ഇങ്ങനെ പെടാൻ പോകുന്നതാണ്, നിന്റെ സാമ്പിൾ ആണെങ്കിൽ ആ ഒരു
ലൂ എടുക്കുന്നുണ്ട്. ടെങ്യുവനായിട്ട് നീ അവൻ്റെ പേരൻ്റ് ആണെന്നുള്ള ആ ഒരു ടെസ്റ്റില്ലേ, ആ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ പെടൂന്ന് പറയുന്നുണ്ടാവും. നമ്മളെ പെണ്ണും അതേ ഷോക്കിൽ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ഉറപ്പായിട്ട് ആ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ടെങ്യുവിൻ്റെ അമ്മയോ സയോ എന്നുള്ള കാര്യം ലൂവിന് മനസ്സിലാകും. അതിന് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ.